ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. എന്താണെന്നറിയില്ല, ഇട്ട് തുടങ്ങിയാൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടും, പിന്നെ ഭയങ്കര മടിയായിട്ട് പിന്നെ ആ സംഭവമേ ഇല്ല കേട്ടോ. അതുകൊണ്ട് എന്താണെന്നറിയില്ല, അത് മാറ്റാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം. വേറെ ഒന്നുമല്ല, നമ്മൾ വീട്ടിലേക്ക് പോവാണ്. മെയിനായിട്ട് നമ്മൾ പകുതി ദിവസം അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് വരവ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസ്. അതുകൊണ്ടാണ് അത് അധികം എടുക്കാത്തത്. പിന്നെ മടിയും കൂട്ടത്തിൽ കേട്ടോ. പിന്നെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാനുള്ള സമയമില്ല. എന്താണെന്നറിയില്ല, എല്ലാ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമുക്ക് തീരെ സമയം കിട്ടത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഒന്നിനും സമയമില്ലാകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഇടുക്കിയിൽ ഇത്രയും ചൂടാകുമ്പോൾ മറ്റുള്ള ജില്ലകളിലെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരിക്കും. നമ്മളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉരുകി ചത്തുപോകും. നമുക്കിവിടെ തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ, രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. ജസ്റ്റ് അല്ല, ഒരു 2-3 ദിവസം നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വണ്ടി ഇങ്ങോട്ട് തിരികെ നമ്മൾ ചാടി അമ്മമ്മേ ആദ്യ ഔറ്റ് വന്നേ. അയ്യോ, ആ പറയുന്നത് എൻ്റെ രസമായിരുന്നു. എൻ്റെ ദൈവമേ, അമ്മമ്മേ ആദ്യ ഔറ്റ് വന്നേ. അന്ന് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ വല്ലതും കാണിക്കാം. ഇവിടെ വന്ന് നോക്കിയാ പോയിട്ട് ഇവിടെ ഇല്ലേ, അന്നിക്കുട്ടിയുടെ കൂടെ എങ്ങനെയല്ല. അമ്മാമേ ആദി അവിടെ വന്നേ. അയ്യോ, എൻ്റെ കൊച്ചു പറഞ്ഞത്. എൻ്റെ ശുനു നീയാണോടി ഞാൻ പറഞ്ഞേ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവളങ്ങനെ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അമ്മാമ ഇല്ലടി ഇവിടെ ഉണ്ടോ? ശൂന്യം. അമ്മേനെ വിളിക്കാവേ. അമ്മാമേന്ന് വിളിച്ചേ. ഭയങ്കര പതുകയായിപ്പോയില്ലേ? അത്രയും പതുക്കെ വിളിച്ച അമ്മമ്മ കേൾക്കുവോ? പോയിട്ടോ, വിളിക്ക. അമ്മമ്മേന്ന് വിളിച്ചേ. അമ്മാമ്മേ ഓട്ടോയോ? ഇവളിങ്ങോട്ട് ഈ വഴി ഇങ്ങോട്ട് തിരിഞ്ഞ അപ്പോഴാണ് അമ്മാമ്മേ ആജി ഔട്ടി വന്നു. ഈ പെണ്ണ് പറയാ ഔട്ടി വന്നു. അമ്മമ്മേ ആജി അന്നമുട്ടി. അത് ഓട്ടോക്കാരനൊക്കെ കൊടുത്തേച്ച് അന്നക്കുട്ടിയോ? എന്തിനാ മാന്നെ കസേര? ഓ, ഞൂഞ്ഞിക്ക് കൊടുക്കാനാന്ന്. എടി നിനക്ക് തരാനാടി. അത് അന്നൂട്ടിയല്ലല്ലോ, ആ കുട്ടി. മുത്തുമേടി. അയ്യോ, ഇതെന്നെ കാണിക്കുന്നേ. മമ്മിയുടെ വടിയുണ്ടോ? എത്ര വലിയ വടി അത്. ഇവിടെ ഒന്ന് നോക്കി, ഇത്ര വലിയ വടി എവിടെ കിട്ടും? ഇത് ഞാൻ മുമ്പ് മാറിയത് ഇതുപോലെ ഒരു കറുത്ത പാൻ്റ് ആയിരുന്നല്ലോ അന്നോട്ടൻ്റെ. ആ വേറെ കറുത്ത പാൻ്റാ? അല്ല, ഞാൻ ആദ്യം കാട്ടിയതല്ലേ കറുത്ത പാൻ്റ്. എന്നെ പറയുന്നു. അയ്യോ, പൊടിയാവുന്നടോ ചക്കര, പൊടി പറ്റുന്നടോ ചക്കര. അയ്യോ, എന്നെ മണി കാണിക്കുന്നേ. ചൂട്ടു, ഇതെന്നെ കളിയൂർ കയറിയുന്നേ. ആവൂട്ടി ആവൂട്ടി വല്ലതും അറിയുന്നുണ്ടോ? എന്നാ കുഴപ്പമില്ല. എങ്ങനെ അഴുക്കാവുന്നില്ലെന്നോ? അതെ, നമ്മുടെ പുറത്തോട്ട് ഇറങ്ങി നടന്ന് നോക്കിക്കേ. അതിന് അത്രയും കഴുകി
അപ്പോൾ നമ്മുടെ ചൂടേറിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നത് ദോശ, ചമ്മന്തി, മുട്ട പുഴുങ്ങിയത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ്. ആദിക്കുട്ടൻ ആവക്കുഞ്ഞിന് ആദിക്കുട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഫീലാണ്. ഭയങ്കര ഒരു സ്നേഹമാണ് കേട്ടോ. ഇത് അന്നക്കുട്ടിയും ഉണ്ട്, പക്ഷേ ഇവർ തമ്മിലാണ് ഇച്ചിരി കൂടി എന്താ പറയുക, ഇവർക്ക് ആവക്കുഞ്ഞിന് ഇച്ചിരി കൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ആദിക്കുട്ടനുമായിട്ടാണ് കേട്ടോ. കാരണം അവൻ ഇച്ചിരി കൂടി അറിവായല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞോഞ്ഞിന്ന് വിളിച്ച് അവനെപ്പോഴും പുറകെ നടക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്തിരി ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ പെറുക്കിയെടുക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ എന്താ പറയുക അതൊക്കെ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പിള്ളേരും എപ്പോഴും മുറ്റത്തൂടെ ഉണ്ട്. ഗുഡ് നൈറ്റ് പറയാം. ഗുഡ് നൈറ്റ്. ഈ ചായ അമ്മ baby good night Tara mommy good night Tara Nuni good night Tara achacha good night Tara Wawa good night Wawa okay അല്ലേ? good night ആദിക്ക് ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ കുറേ ദിവസം വീട്ടിൽ പോയി നിന്നതിന് ശേഷം നമ്മൾ തിരികെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻട്രോ എടുത്ത അതേ സ്ഥലത്ത് തന്നെയാണല്ലോ വൈൻഡപ്പ് എടുക്കുന്നത്, സെയിം ഡ്രസ്സ് സെയിം എല്ലാം സെയിം. അതൊന്നുമല്ല, നമ്മൾ എല്ലാ വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അതിന് ഇൻട്രോ ഇല്ല ഒന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് എടുക്കുന്നതിന് തൊട്ട് മുന്നെയാണ് കേട്ടോ ഇൻട്രോ എടുത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഫ്രണ്ടിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഡൗട്ട് വളരെ ശരിയാണ്. അപ്പം കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയും ചേട്ടായും ഒന്നും വീട്ടിലില്ലാതിരുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അന്നേരം നമ്മളവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് ഇപ്പം ഒരു 2-3 ദിവസത്തിനിടയിൽ എടുത്ത വീഡിയോ ഒന്നും അല്ല. അതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈമില്ല. എന്താ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആൺകുട്ടി അച്ഛനൊക്കെ അകത്തുണ്ട്. അകത്തേക്ക് പോകുന്നില്ല, അകത്തേക്ക് പോയാൽ അവൾ ഫോണിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്ന് തന്നെ വൈൻഡപ്പ് എടുത്ത് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. അവിടെ പ്ലാസ്റ്റിക്, അതായത് അവർക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ വെയിലേ കൊള്ളിക്കുന്നില്ല കേട്ടോ, ഇവിടെ ഇട്ട് തന്നെയാണ്. ഇതിനകത്ത് തന്നെ ഇത് ടിൻ ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. വല്ലപ്പോഴുമാണ് നമ്മൾ നല്ല വെയിലത്തിടുന്നത് കേട്ടോ. വെയിലത്ത് തുണിയും കിടക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നും. അതുകൊണ്ട് നല്ല തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ പോലും കഴുകാറില്ല, നമ്മൾ കൈകൊണ്ട് തന്നെയാണ് കഴുകി ഇടുന്നത് കേട്ടോ. അല്ലാതെ ഇച്ചിരി മോശമായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമാണ് മെഷീനിൽ കഴുകാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.